ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൃത്യമായ ശക്തമായ നിലപാടെടുത്തതാണ് താങ്കൾ. അത് പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം അങ്ങേക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണമാണ്. എന്താണ് ഈ കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരല്ല, ഇതൊക്കെ പെയ്ഡ് ഏജൻസിയിലാണ്. ഫേക്ക് ഐഡിയിൽ നിന്നാണ് ഇത് സൈബർ ആക്രമണം വരുന്നത്. എനിക്കെതിരെ ഇന്നുവരെ ഞാൻ 1968 രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചാണ്. ഇപ്പൊ ഏതാണ്ട് 57 കൊല്ലം പൂർത്തിയാകുന്നു ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ട്. എനിക്കെതിരെ ഇന്നുവരെ ആരും ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. എനിക്കെതിരെ ഒരു പരാതി വന്നിട്ടില്ല. ഒരാൾക്കൂട്ട ആക്രമണമാണ് എനിക്കെതിരെ നടന്നിട്ടുള്ളത്. അത് അന്ന് തന്നെ കോടതി അത് തള്ളിക്കളഞ്ഞു. അതിന്റെ FIR അത് കോഷ് ചെയ്ത് കളഞ്ഞു ഹൈക്കോടതി. പിന്നെ എനിക്കെതിരെ എന്താ പറയാനാണ്? അപ്പൊ ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്ന ചില പ്രവണതയാണ്. ഈ ശബരിമല വിഷയം വന്നു. ശബരിമലയിൽ 2 മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം ബോർഡ് മെമ്പർമാരകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു ഈ സൈബർ ആക്രമണം നടത്തുന്ന ഏതെങ്കിലും ഒരുത്തൻ അതിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? BJPക്കെതിരെ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തുന്നുണ്ടോ? അപ്പോ കോൺഗ്രസിനകത്ത് വ്യക്തിത്വമുള്ള ആളുകളെ ഇത്തരം സൈബർ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തി അവരുടെ വായടപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് ഇവന്റെ സകല ചരിത്രവും എനിക്കറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ ഇനി കൂടുതൽ സൈബർ ആക്രമണത്തിന് വിധേയമാക്കിയാൽ പരസ്യമായി ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരും. ആ പറയുന്നത് അവന്റെ അന്ത്യം കുറിക്കും. അതുകൊണ്ട് അനാവശ്യമായി എന്നെ പ്രകോപിപ്പിക്കാൻ വരണ്ട. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ കെ സുധാകരൻ അനുയായികളാണ് ഇപ്പോൾ അങ്ങേക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് എന്നതിന്റെ തെളിവുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഇന്നലെ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും നിരവധി പരാതികൾ പ്രതിപക്ഷ നേതാവിനും മുൻ KPCC അധ്യക്ഷനും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് വളരെ വേഗത്തിൽ അതൊരു നിലപാടെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വരെയും നടത്തിയ പ്രതികരണം നമുക്കറിയാം. നല്ലൊരു ചെറുപ്പക്കാരൻ അയാളുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തരുത് എന്നായിരുന്നു. ഇന്നലെയാണ് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കട്ടെ എന്ന രൂപത്തിൽ പ്രതികരണം മാറ്റിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കെ സുധാകരന്റെ മുന്നിൽ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഉണ്ടായിട്ടും പിന്തുണയ്ക്കുന്നു എന്നുകൂടിയാണ്. അതോട് അങ്ങ് ഇങ്ങനെ പ്രതികരിക്കുന്നു. ഹലോ, പറഞ്ഞോളൂ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്താണ് സ്മൃതി? ഞാൻ പറഞ്ഞത്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നേരത്തെ രമേശ് ചെന്നിത്തല ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും ചില പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, മുൻ KPCC അധ്യക്ഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് നമുക്കറിയാം. പക്ഷേ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വരെയും രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകിയായിരുന്നു. അതിനർത്ഥം ആ പരാതികൾ ലഭിച്ച ശേഷവും ആ പിന്തുണ കൊടുക്കുന്നു എന്നാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, കെ സുധാകരൻ KPCCയുടെ മുൻ പ്രസിഡന്റ് ആണ്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ മെമ്പറാണ്. കോൺഗ്രസ് പാർട്ടി പാർലമെന്ററി പാർട്ടി പുറത്താക്കിയ ഒരാളുമായി വേദി പങ്കിടും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു കമന്റ് പാസ്സാക്കിയത്. ആ പാസ്സാക്കിയ കമന്റിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഞാൻ പിൻവലിച്ചിട്ടില്ല, മാറ്റി പറഞ്ഞിട്ടില്ല. ഈ മരിക്കുന്നവരെ എൻ്റെ നിലപാടിൽ ഞാൻ അടിയുറച്ചു നിൽക്കും, അതിലൊന്നും മാറ്റി പറയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണ്. അതുകൊണ്ട് ഇതൊരു കേസ് മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകളെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സൈബർ ആക്രമണം തുടർന്നാൽ പലരും പത്രസമ്മേളനം നടത്തി ഞാൻ പറയും. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാനൊരു ആക്രമണത്തിലും ഭയപ്പെടുന്ന ആളല്ല. കാരണം ഞാൻ രാഷ്ട്രീയം ഉപജീവനം ആക്കിയിട്ടില്ല, ഉദരപൂർണ്ണം ആക്കിയിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയം ഒരു ഉപജീവനം അല്ലെങ്കിൽ ഒരു തൊഴിലായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന് കയ്യിലുള്ള സകല സ്ഥാനങ്ങളും ത്യജിക്കേണ്ടി വന്നാലും പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കും. ഇനി കൂടുതൽ പറയിപ്പിക്കാനാണ് ഭാവമെങ്കിൽ പറഞ്ഞിരിക്കും. അങ്ങയുടെ മുന്നറിയിപ്പ് ആർക്ക് നേരെയാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? അല്ല, അത് ആർക്ക് നേരെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ആർക്ക് നേരെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലാകും. മനസ്സിലായില്ലയോ? അതായത് അങ്ങ് പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ,
ഈ ആക്രമണങ്ങൾ ഒരു വെറും കേവലമായ സൈബർ വിങ് നടത്തുന്ന ആക്രമണമല്ല, മുഖമില്ലാത്ത വ്യാജ പേരുകളിൽ വരുന്ന സൈബർ ആക്രമണങ്ങളല്ല. അതിന് കൃത്യമായ നിർദ്ദേശം ഏതോ ഒരു കോണിൽ നിന്നുണ്ട്. അതിൽ വലിയ സ്വാധീനമുള്ള ചിലരുണ്ട് എന്നല്ലേ? ഞാൻ പറയാത്ത കാര്യങ്ങൾ സ്മൃതി പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ എനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണമൊക്കെ വ്യാജ ഫേക്കിൽ നിന്നും വ്യാജ ഐഡിയിൽ നിന്നുമാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്തതിനെ വഷളാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ളത് ഞാൻ കാലാകാലങ്ങൾ പറയുന്ന ആളാണ്. ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ ആരെയും ഭയപ്പെട്ടിട്ടില്ല, ഭയപ്പെടത്തുമില്ല. അതുകൊണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. ഇനിയും എന്നെ പ്രകോപിപ്പിക്കാനാണ് ഭാവമെങ്കിൽ പത്രസമ്മേളനം നടത്തി ബാക്കി കാര്യങ്ങൾ കൂടി ഞാൻ പറയും. എനിക്ക് അതിനകത്തൊന്നും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് കയ്യിലുള്ള സകല സ്ഥാനങ്ങളും പോയാലും എനിക്കൊരു പ്രശ്നമില്ല. മനസ്സിലായില്ലയോ? അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയാം, ഈ പെൺകുട്ടിയെ പ്രകോപിച്ചാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിച്ചത്. അതുപോലെ കൂടുതൽ പ്രകോപനം ഉണ്ടാകാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. പ്രകോപനം ഉണ്ടാക്കിയാൽ നമ്മൾ പല കാര്യങ്ങളും പറയേണ്ടി വരും. സൈബർ ആക്രമണം തുടർന്നാൽ നമ്മൾ പത്രസമ്മേളനം നടത്തി പല കാര്യങ്ങളും പറഞ്ഞിരിക്കും. എനിക്ക് യാതൊരു തർക്കവുമില്ല. അതിനൊന്നും എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ ആക്രമിക്കുന്നത് മാർക്സിസ്റ്റുകാരല്ല, എന്നെ ആക്രമിക്കുന്നത് BJPക്കാരല്ല. ഇത്രയും വലിയ പാരമ്പര്യമുള്ള പൈതൃകമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇപ്പൊ സോളാർ കേസൊക്കെ വന്നപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാൻ, പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ. അന്ന് ആ വിഴുപ്പ് ഭാണ്ഡം മുഴുവൻ ഞാൻ ഒറ്റയ്ക്കാണ് ചുമന്നത്. അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ പ്രകോപനം ഉണ്ടാക്കിയാൽ പല കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരും. മനസ്സിലായല്ലോ?